പാരന്റിന്റെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. നമ്മളെ സെയിം ആപ്ലിക്കേഷൻ ഏതൊക്കെ സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ടോ ആ സ്കൂളിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഒന്നാമത്തേത് സന്ദീപ് 1A ഗ്രീൻവുഡ് സ്കൂളിലാണ്. രണ്ടാമത്തെ കുട്ടി നന്ദന LKG A സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. ഈ രണ്ടും ഇങ്ങനെ കാണിക്കും. നമുക്ക് ആ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ലോഗിനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ വിൻഡോയിൽ മുകളിലായിട്ട് 4 ബട്ടൺ കാണാം. ഒന്നാമത്തേത് ഹോം ബട്ടണാണ്. നമുക്ക് ഏത് ടാബിൽ പോയി കഴിഞ്ഞാലും തിരിച്ച് ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഹോം ബട്ടൺ. രണ്ടാമത്തേത് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണാം. പേര്, ഗാർഡിയൻ നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാം, സബ്മിറ്റ് അടിക്കാം. ഈ രീതിയിലാണ് നമ്മളെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ബട്ടൺ ഹെൽപ്പ് ബട്ടണാണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഹെൽപ്പ് ഫയൽസ് കാണാൻ പറ്റും. നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഓരോ കാര്യങ്ങളും വിവരിച്ചു തരുന്ന വീഡിയോ ഫയൽസ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നാലാമത്തെ ബട്ടൺ ലോഗൌട്ട് ബട്ടണാണ്. നമുക്ക് ഇതിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. നമ്മൾ സന്ദീപ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ബട്ടൺ ചേഞ്ച് ആയിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ കണ്ടത് പ്രൊഫൈൽ ബട്ടൺ ആയിരുന്നു. ഇപ്പോൾ പകരം കാണുന്നത് ഡാഷ്ബോർഡ് ബട്ടണാണ്. നമ്മൾ തിരിച്ച് ഹോമിലേക്ക് തന്നെ പോവാണ്. നമ്മളിപ്പോൾ സന്ദീപ് എന്ന് പറയുന്ന കുട്ടിയെ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് അറ്റൻഡൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടി ഏതൊക്കെ ദിവസങ്ങളിൽ പ്രസന്റ് ആയിട്ടുണ്ട്, ആബ്സെന്റ് ആയിട്ടുണ്ട്, എപ്പോഴാണ് ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ ഇവിടെ കാണാൻ പറ്റും. അടുത്തത് ടൈം ടേബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം ടേബിൾ കാണാൻ പറ്റും. പീരിയഡ്സ് ചെക്ക് ചെയ്യാം. തിരിച്ച് നമ്മൾ ഡാഷ്ബോർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സന്ദീപ് എന്ന് പറഞ്ഞ കുട്ടിയുടെ പേജിലേക്കാണ് പോകുന്നത്. പിന്നെ വരുന്നത് മെസ്സേജ് ആണ്. മെസ്സേജിൻ്റെത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കും. അടുത്തത് നോട്ടീസ് ബോർഡ്. നമ്മളെ സ്കൂളിലെ നോട്ടീസ് ബോർഡ് പ്രദർശിപ്പിക്കുന്ന ഭാഗമാണിത്. സ്കൂളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ നോട്ടീസും അല്ലെങ്കിൽ ഓരോ പുതിയ വാർത്തകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്തത് പ്രോഗ്രസ് കാർഡാണ്. പ്രോഗ്രസ് കാർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആണ് കിട്ടുക. കഴിഞ്ഞുപോയ എല്ലാ എക്സാമിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലാസ്, എക്സാം കോഡ്, എക്സാം നെയിം, റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഡേറ്റ്, പിന്നെ സ്റ്റാറ്റസിനകത്ത് വ്യൂ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് റിസൾട്ട് കാണാം. അടുത്ത ടാബ് എക്സാം ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഇവിടെ നമുക്ക് എക്സാം കോഡ്, എക്സാം നെയിം, റിമാർക്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. സ്റ്റാർട്ട് ഡേറ്റ്, ടൈം ടേബിൾ, പിന്നെ റിസൾട്ട്. ഇവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം. അതല്ല എങ്കിൽ റിസൾട്ട് നോട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഈ ടൈം ടേബിൾ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം ടേബിൾ കാണാം. അടുത്തത് വ്യൂ റിസൾട്ടിൽ ഇവിടുന്ന് വ്യൂ റിസൾട്ട് അടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കാണാം. എക്സാം ഡേറ്റ്, സബ്ജക്ട്, ഒബ്റ്റൈൻഡ് മാർക്ക്, ടോട്ടൽ മാർക്ക്. ഈ രീതിയിൽ നമുക്ക് എക്സാം ഡീറ്റെയിൽസ് കാണാം. അടുത്തത് കലണ്ടർ ആണ്. കലണ്ടർ സെക്ഷനിൽ പോയാൽ നമുക്ക് ഇതേപോലെ കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ വരുന്നതോ ആയ ഇവന്റുകൾ, അതല്ലെങ്കിൽ ലീവ്, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവന്റ്സും പ്രോഗ്രാംസും ഒക്കെ കാണുന്നത് ബ്ലൂ കളറിൽ ഇതുപോലെയാണ് വരിക. ബാക്ക് ടു സ്കൂൾ. അടുത്തത് ലീവ്. ഇതിലുള്ള ലീവ് കൊടുത്തിരിക്കുന്നത് 17-ാം തീയതിയാണ്. റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ലീവ് ആണ്. ബ്ലൂ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമുകളോ ഇവന്റുകളോ ആണ്. അടുത്തത് ലീവ് റിക്വസ്റ്റ് ആണ്. ലീവ് റിക്വസ്റ്റിൻ്റെതും വിശദമായ ഒരു വീഡിയോ വരുന്നുണ്ട്. അടുത്തത് വ്യൂ പ്രൊഫൈൽ ആണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ പ്രൊഫൈൽ കാണാം. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യാം, നമുക്ക് അഡ്രസ്സ് എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. ഈ രണ്ടെണ്ണം മാത്രമേ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പാരന്റ് നെയിം ആയാലും ഇതൊക്കെ പാരന്റിന്റെ പ്രൊഫൈലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വരിക. പിന്നെ വരുന്നത് സ്കൂളിന്റെ സെക്ഷൻ ആണ്. അത് എഡിറ്റ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുക. സ്കൂളിന്റെ പേര്, ക്ലാസ്, റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ, ഇത്രയും കാര്യങ്ങൾ സ്കൂളിൽ നിന്നാണ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് എഡിറ്റബിൾ അല്ല. നമ്മൾ വീണ്ടും ഹോം ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇവിടത്തേക്ക് പോകാം. ഇനി അടുത്ത കുട്ടിയുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നമുക്ക് ഇപ്പോൾ നോട്ടീസ് ബോർഡിൽ നോട്ടീസിന്റെ വാലിഡിറ്റിക്ക് അനുസരിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. എത്ര നമ്പേഴ്സ്, എത്ര മെസ്സേജ് ഉണ്ട് എന്നുള്ളത്. മെസ്സേജിലും അതേപോലെ നമുക്ക് വന്ന മെസ്സേജുകൾ ഇവിടെ കാണാം, എത്ര മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഉപയോഗം.